നമ്മളപ്പോൾ ഫജൻസ് റൂളാണ് ഇന്ന് നോക്കുന്നത്. VSCPR തിയറി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട ഒരു റൂള് തന്നെയാണ് ഫജൻസ് റൂൾ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ കോവാലൻ നേച്ചർ ഓർ കോവാലൻ ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക ബന്ധനത്തിന് ഒരു കോവാലൻ ക്യാരക്ടറും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ സഹസംയോജക ബന്ധനങ്ങളിലും ഭാഗിക അയോണിക സ്വഭാവമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ അയോണിക ബന്ധനത്തിനും എന്തുണ്ട്, സഹസംയോജക സ്വഭാവവും ഉണ്ട് എന്നാണ് ഫജൻസ് റൂളിൽ പറയുന്നത്. ഫജൻസ് റൂളിൽ എന്താണ് പറയുന്നത്, അയോണിക് കോമ്പൗണ്ട്സിന് ഒരു കോവാലൻ ക്യാരക്ടർ ഉണ്ട് എന്ന സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ സഹസംയോജക സ്വഭാവമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കോവാലൻ ക്യാരക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആനിയോൺ. അപ്പോൾ ആനിയോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോവാലൻ ക്യാരക്ടറും ഇൻക്രീസ് ചെയ്യും. എന്താണ് കോവാലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും എവിടെ, അയോണിക ബന്ധനത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അയോണിക് കോമ്പൗണ്ട്സിലെ ആനിയോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആനിയോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സഹസംയോജക സ്വഭാവവും എന്തിൽ ഇൻക്രീസ് ചെയ്യും, അയോണിക് കോമ്പൗണ്ട്സിൽ എന്ത് ഇൻക്രീസ് ചെയ്യും, ആനിയോൺ ഇൻക്രീസ് ചെയ്യുന്നത് പോലെ കോവാലൻ ക്യാരക്ടർ അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോവാലൻ ക്യാരക്ടർ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ആനിയോൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അയോണിക കോമ്പൗണ്ടിൽ കോവാലൻ നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി കോവാലൻ ക്യാരക്ടർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ കാറ്റിയോൺ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കോവാലൻ ക്യാരക്ടർ എന്ത് ചെയ്യും, ഇത് സൈസ് ഓഫ് കാറ്റിയോൺ കൂടിക്കഴിഞ്ഞാൽ സൈസ് ഓഫ് കാറ്റിയോൺ കൂടിക്കഴിഞ്ഞാൽ കോവാലൻ ക്യാരക്ടർ കുറയും. കോവാലൻ ക്യാരക്ടർ കൂടുതലാണെങ്കിൽ സൈസ് ഓഫ് കാറ്റിയോൺ കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. എന്താണ്, ആനിയോണിൽ എന്താ പറയുന്നത്, സൈസ് ഇൻക്രീസ് ചെയ്താൽ കോവാലൻ ക്യാരക്ടർ കൂടും, സൈസ് ഡിക്രീസ് കാറ്റിയോണിൻ്റെ ബേസിൽ കാറ്റിയോൺ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോവാലൻ ക്യാരക്ടർ കൂടും. അപ്പോൾ ഇത് നമുക്ക് പറയാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഈസിയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതായത് ഈ NaCl എന്ന് പറഞ്ഞ കോമ്പൗണ്ടും അതുപോലെ NaBr ഇതൊരു അയോണിക് കോമ്പൗണ്ടാണ്. Na+Ca നമുക്ക് ഇതിൽ കാറ്റിയോണും ആനിയോണുണ്ട്. ഇതാണ് കാറ്റിയോൺ, ഇതാണ് ആനിയോൺ അല്ലേ. ആദ്യം എഴുതുന്നത് കാറ്റിയോൺ പിന്നെ ആനിയോണാണ്. അപ്പോൾ ഇതിൽ രണ്ടും നോക്കി നോക്ക്. NaCl NaBr എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് സെയിം, കാറ്റിയോൺ സെയിം അല്ലേ. കാറ്റിയോൺ സെയിമാണ്. സെയിം കാറ്റിയോൺ ആവുമ്പോൾ നമുക്കിതിൽ കോവാലൻ ക്യാരക്ടർ പറയാൻ പറ്റുമോ, കാറ്റിയോൺ വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് വെച്ച് പറയാം, ആനിയോൺ വെച്ച് പറയാം അല്ലേ. ക്ലോറിനും ബ്രോമിനും ആനിയോണാണ്. അപ്പോൾ ബ്രോമൈഡ്, അപ്പോൾ അത് Cl-ലും Br-ലും എന്താണ്, Cl-Br-ൻ്റെ റേഡിയസ് ഒന്ന് എടുത്ത് നോക്കാം. കാരണം രണ്ടും ആനിയോണാണ്. ആനിയോണിൻ്റെ റേഡിയസ് എടുത്ത് നോക്കുമ്പോൾ Cl-ന് 0.18ഉം Br-ന് 0.16ഉമാണ് ഉള്ളത്. അപ്പോൾ ഏതിനാണ് റേഡിയസ് കൂടുതലുള്ളത്, ബ്രോമിനാണ് റേഡിയസ് കൂടുതലുള്ളത്. അപ്പോൾ Br-ന് റേഡിയസ് കൂടുതലുള്ളത് കൊണ്ട് ഏതിനായിരിക്കും കോവാലൻ്റ് കൂടുതലുണ്ടാവുക, NaBr-നായിരിക്കും മോർ കോവാലൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനാണ് മോർ കോവാലൻ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ കാറ്റിയോണും ഇത് ആനിയോണാകുമ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്തെടുത്തു, ആനിയോണിനെടുത്തു അല്ലേ. ആനിയോൺ കൂടുതലാണെങ്കിൽ, ആനിയോണിൻ്റെ റേഡിയസ് സൈസ് കൂടുതലാണെങ്കിൽ അവിടെ ഇതിലേതാണ് കൂടുതൽ കോവാലൻ ക്യാരക്ടർ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. NaBr ആൻഡ് KBr ആണ്. ഇതിലെ ബ്രോമിൻ ആനിയോൺ സെയിം അല്ലേ. ഇതിൽ ആനിയോൺ സെയിം ആയതുകൊണ്ട് അത് നമുക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, Naയും Kയും എടുക്കാം, കാറ്റിയോണിനെ നമുക്ക് എടുക്കാം. ആ കാറ്റിയോണിൻ്റെ റേഡിയസ് നമുക്ക് നോക്കാം. Na-ൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ Kയിൽ 19 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏതിനാണ് കൂടുതൽ, ഇതിനാണ് കൂടുതൽ, Kയ്ക്കാണ് കൂടുതൽ. Kയ്ക്ക് കൂടുതലാകുമ്പോൾ ഇവിടെ എന്ത് കൂടി, കാറ്റിയോണാണ് കൂടുതൽ. കാറ്റിയോൺ ഇവിടെ Kയിൽ കൂടുതലാണ്. അപ്പോൾ Kയിൽ കാറ്റിയോൺ കൂടുതലാവുമ്പോൾ, സൈസ് ഓഫ് ദ കാറ്റിയോൺ കൂടുതലാവുമ്പോൾ എന്താണ്, കോവാലൻ ക്യാരക്ടർ എന്താണ്, കോവാലൻ ക്യാരക്ടർ കുറവായിരിക്കും. അപ്പോൾ കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത് ഏതിനാണ്, Na-ക്കാണ്. അപ്പോൾ NaBr ആണ് കൂടുതൽ, മോർ കോവാലൻ ദാൻ KBr. അപ്പോൾ ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്കിത് പറഞ്ഞത്? എന്താണ് നമ്മൾ പറഞ്ഞത്, കാറ്റിയോണിൻ്റെ വലിപ്പം കുറയുമ്പോഴും ആനിയോണിൻ്റെ വലിപ്പം കൂടുമ്പോഴും അയോണിക ബന്ധനത്തിന് സഹസംയോജക സ്വഭാവം കൂടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണെന്ന് ഫജൻസ് റൂൾ എന്ന് പറയുന്നത്. അതുപോലെ കാറ്റിയോണിൻ്റെ ചാർജ് വർദ്ധിക്കും തോറും അയോണിക ബന്ധനത്തിൻ്റെ സഹസംയോജക സ്വഭാവവും വർദ്ധിക്കുന്നു. അപ്പോൾ കാറ്റിയോണിൻ്റെ ചാർജ് വർദ്ധിക്കും തോറും അയോണിക ബന്ധനത്തിൻ്റെ സഹസംയോജക സ്വഭാവം, ചാർജ് വർദ്ധിക്കും തോറും കേട്ടോ, അത് നോക്കണം. ചാർജ് വർദ്ധിക്കും തോറും ഒരു വലിപ്പവും ചാർജുമുള്ള കാറ്റിയോണുകൾ സംക്രമണ മൂലകം
അപ്പോൾ നമ്മൾ അയോണിക് കോമ്പൗണ്ടിൽ കോവാലൻ ക്യാരക്ടർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ അയോണിക്കിൽ കോവാലൻ നേച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അയോണിക് കോമ്പൗണ്ടിൽ എങ്ങനെയാണ് ഈ കോവാലൻ ക്യാരക്ടർ ഉണ്ടാകുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു അയോണിക് കോമ്പൗണ്ട് എഴുതാം. അയോണിക് കോമ്പൗണ്ട്. അപ്പോൾ അയോണിക് കോമ്പൗണ്ടിൽ എന്തുണ്ടാവും? ഒരു കാറ്റിയോൺ ഉണ്ടാവും, അത് നമുക്കറിയുന്ന ഒരു ആനിയോൺ ഉണ്ടാവും അല്ലേ. നമുക്കൊരു ആനിയോൺ വരയ്ക്കാം. ആനിയോണിൽ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ ഇവിടെ ഇലക്ട്രോൺ ചാർജ് ഉണ്ടാവും. നമ്മൾ നോർമലി ഒരു ആനിയോണിൻ്റെ സ്ട്രക്ചർ പറയുന്നത് എങ്ങനെയാണ്? ഒരു സ്പെറിക്കിലാണെന്നല്ലേ പറയുക. നോർമലി പറയുന്നത് ആനിയോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്പെറിക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു കാറ്റോണിക് കോമ്പൗണ്ടും കൂടി വരുമ്പോഴാണല്ലോ ഇതെന്താണെന്ന് പറയുക, എന്താണെന്ന് പറയുന്നത് നമ്മൾ ഒരു അയോണിക് കോമ്പൗണ്ടാണെന്ന് പറയുന്നത് എങ്ങനെ? ഇതിൻ്റെ തൊട്ടടുത്തൊരു കാറ്റിയോൺ കോമ്പൗണ്ടും കൂടി വരുമ്പോഴാണ് നമുക്കിത് അയോണിക് കോമ്പൗണ്ടാണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഈ ആനിയോണിൻ്റെ ഇത് ആനിയോണ്, ഈ കാറ്റിയോണിൻ്റെ പ്രസൻസിൽ ഈ ആനിയോണിൻ്റെ ഷേപ്പിന് ചെറിയൊരു മാറ്റം വരും. ഈ ആനിയോണിൻ്റെ ഷേപ്പിന് ഈ കാറ്റിയോണിൻ്റെ പ്രസൻസിൽ ഒരു ചെറിയൊരു മാറ്റം സംഭവിക്കും. അതിനെയാണ് നമ്മൾ ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഞാനിവിടെ പറഞ്ഞത്? ഇപ്പോൾ അയോണിക് കോമ്പൗണ്ട് എടുത്തു. അയോണിക് കോമ്പൗണ്ടിൽ ആനിയോണിന് പോസിറ്റീവ്, ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, സ്പെരിക്കൽ ഷേപ്പാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാറ്റോൺ വരുമ്പോഴാണ് അതൊരു അയോണിക് കോമ്പൗണ്ട് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അയോണിക് കോമ്പൗണ്ട് കാറ്റോണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അതാണ് ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഒരു അട്രാക്ഷൻ വരുമ്പോൾ ഇങ്ങനെ വലിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അപ്പോഴാണ് ഇതിനൊരു ഡീഫോർമേഷൻ അല്ലേ, ഇവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിച്ചു. അപ്പോൾ അതിനാണ് ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ് എന്ന് പറയാം. ഇതെങ്ങനെയാണ് ഇത് ഡീസ്റ്റോറേഷൻ ആവുന്നത്? ഇവിടെ നിന്ന് ഇലക്ട്രോൺസ്, ഇതിപ്പോൾ ഒരു അട്രാക്ഷൻ വരുമ്പോൾ എന്താണ് ഇവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇതിനെന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ ആകർഷിക്കും അല്ലേ. രണ്ടും കൂടി ഒരു അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇലക്ട്രോൺസ്, പക്ഷേ ഇതിങ്ങനെ കാറ്റോണോട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പിന് മാറ്റം വരും. ഇപ്പോൾ ഇവിടെ ഒരു ക്ലൗഡ് വരാനുള്ള റീസൺ എന്താണ്? ഈ കാറ്റിയോണിൻ്റെ കാറ്റിയോണിൻ്റെ ഈ പോസിറ്റീവ് ചാർജ് ഉള്ളത് കാരണമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യാനുള്ള റീസൺ ഇതെന്താ? ഈ ആനിയോൺ ഈ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഇല്ല, വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത്? ഒരു കോവാലൻ നേച്ചർ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വിട്ടുകൊടുക്കാതെ തന്നെ അവിടെ ഒരു കോവാലൻ നേച്ചറാണ് ഈ ആനിയോണിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചറിനൊരു മാറ്റം വന്നു എന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ ഈ അട്രാക്ഷൻ കാരണം, ഈ പോസിറ്റീവ് കാറ്റോണോട് വെച്ചുകൊണ്ടുള്ള അട്രാക്ഷൻ കാരണം ഇവിടെ ഈ ആനിയോണിൻ്റെ സ്ട്രക്ചറിനൊരു മാറ്റം സംഭവിച്ചു. അതിനെ വിളിക്കുന്നൊരു പേരാണ് പോളറൈസിബിലിറ്റി എന്ന് പറയും. പോളറൈസിബിലിറ്റി എന്നാണ് പറയുന്നത്. ഈ കാറ്റിയോൺ ആനിയോണിന് വന്ന മാറ്റം, ഈ ആനിയോണിൻ്റെ സ്ട്രക്ചറിന് വന്ന മാറ്റത്തിന് നമ്മൾ പറയുന്നതാണ് പോളറൈസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പോളറൈസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ആനിയോണിൻ്റെ സ്പെറിക്കൽ ഷേപ്പിൽ നിന്നും മാറ്റി ഈ ഇലക്ട്രോണിനെ കുറച്ച് ഈ കാറ്റിയോണിൻ്റെ അടുത്തേക്ക് കൊടുക്കാനുള്ള ആ ആനിയോണിൻ്റെ കഴിവിനെയാണ് നമ്മൾ പറയുന്നത്? പോളറൈസിബിലിറ്റി എന്ന് പറയുന്നത് അല്ല. ഇതിന് വിട്ടുകൊടുക്കാനല്ല, ഒരു കോവാലൻ നേച്ചർ കാണിക്കാനുള്ള ആനിയോണിൻ്റെ കഴിവിനെയാണ് നമ്മൾ പറയുന്നത്? പോളറൈസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോളറൈസേഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? ആനിയോണിനാണ് പോളറൈസേഷൻ സംഭവിക്കുന്നത്. ആർക്കാണ്? ആനിയോണിനാണ് പോളറൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആനിയോണിന് പോളറൈസേഷൻ സംഭവിക്കാനുള്ള കാരണക്കാരൻ ആരാണ്? കാറ്റയോണാണ്. ആരാണ്? കാറ്റയോണാണ്. അപ്പോൾ ഈ പോളറൈസേഷൻ നടക്കാൻ കാരണക്കാരനായ കാറ്റയോണിൻ്റെ കഴിവിനെ നമ്മൾ എന്ത് വിളിക്കും? പോളറൈസിങ് പവർ എന്ന് വിളിക്കും. എന്താണ് പോളറൈസിങ് പവർ? ഇതിൻ്റെ കഴിവിനെയാണ് പോളറൈസേഷൻ പവർ എന്ന് പറയുക. ഇത് പോളറൈസേഷൻ നടക്കാനുള്ള കാരണക്കാരനെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഫജാൻസിൻ്റെ റൂള് പ്രകാരം ഈ കാറ്റയോണുള്ള പോളറൈസേഷൻ പവർ കൂടിയാൽ എന്ത് കൂടും? കോവാലൻ ക്യാരക്ടർ കൂടും. അപ്പോൾ പോളറൈസേഷൻ പവർ കൂടിയാൽ എന്ത് കൂടും എന്നാണ് പറഞ്ഞത്? കോവാലൻ്റ് ക്യാരക്ടർ. ആർക്ക്? അയോണിക് കോമ്പൗണ്ടിലുള്ള കോവാലൻ ക്യാരക്ടർ അവിടെ കൂടും. അതുപോലെ തന്നെയാണ്
എന്ത് ആനയോണിൻ്റെ പോളറൈസബിലിറ്റി കൂടിയാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പോളറൈസബിലിറ്റി കൂടിയാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? കോവാലൻ ക്യാരക്ടർ കൂടും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? കാറ്റിയോണിൻ്റെ എന്ത് ചെക്ക് ചെയ്യണം? കാറ്റിയോണിൻ്റെ പോളറൈസേഷൻ പവറാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അതുപോലെ ആനയോണിൻ്റെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആനയോണിൻ്റെ പോളറൈസബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. പോളറൈസബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് സൈസ് ഓഫ് ദി, ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാട്ടെ ഞാൻ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? കാറ്റിയോണിലെ പോളറൈസേഷൻ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് ഓഫ് ദി കാറ്റിയോൺ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സൈസ് ഓഫ് കാറ്റിയോൺ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പോളറൈസേഷൻ പവർ ആണ് കേട്ടോ. സൈസ് ഓഫ് കാറ്റിയോൺ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പോളറൈസേഷൻ പവർ. അതെന്താണ്? കാറ്റിയോണിൻ്റെ സൈസ് ഇവിടെ കൂടിക്കഴിഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാറ്റിയോണിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവാലൻ ക്യാരക്ടർ, കാറ്റിയോണിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ കോവാലൻ ക്യാരക്ടർ കുറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. സൈസ് ഓഫ് കാറ്റിയോൺ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ പവർ കുറയും. പോളറൈസേഷൻ പവർ കൂടുവാണെങ്കിൽ സൈസ് ഓഫ് കാറ്റിയോൺ കുറയും. അപ്പോൾ നമുക്ക് ഇത് കാറ്റിയോണാണ്. കാറ്റിയോൺ കുറേ പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോണാണ്. അതിനേക്കാളും ചെറിയ സൈസിലുള്ള പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോൺ, അതിനേക്കാളും ചെറിയ സൈസുള്ള പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോൺ. അപ്പോൾ നമ്മൾ ഈ കാറ്റിയോണിലെ പോസിറ്റീവ് ചാർജ്, അതിന് ചെറിയ കാറ്റിയോണിലെ പോസിറ്റീവ് ചാർജ്, അതിനേക്കാളും ചെറിയ ഇതിലുള്ള പോസിറ്റീവ് ചാർജ്, ഇതിൽ ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ പവർ കൂടുതലുള്ള ചെറുതായിട്ടുള്ള കാറ്റിയോണിനാണ്. കാരണം എന്താ? ഇതിൻ്റെ ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഇതിൻ്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് പോളറൈസേഷൻ പവറും കൂടുതൽ ഈ ചെറുതിനായിരിക്കും. അപ്പോൾ നമുക്ക് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതിൻ്റെ പോളറൈസേഷൻ പവർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ ഇതിന്ന് താഴേക്ക് അല്ലേ, എന്താ പറയുക, താഴേക്ക് വരുന്നതല്ലേ. അപ്പോൾ താഴേക്ക് വരുന്തോറും എന്താണ്? പീരിയോഡിക് ടേബിളിൽ താഴേക്ക് വരുന്തോറും അതിൻ്റെ സൈസ് കൂടും അല്ലേ. ലിഥിയത്തിന് സൈസ് കുറവും, അതുപോലെ സോഡിയത്തിന് സൈസ് കൂടുതലായിരിക്കും ലിഥിയത്തിനേക്കാളും. അപ്പോൾ താഴേക്ക് വരുന്തോറും സൈസ് കൂടുമ്പോൾ എന്താണ്? പോളറൈസേഷൻ പവർ അവിടെ കുറഞ്ഞു വരും. അപ്പോൾ ലിഥിയത്തിൻ്റെ പോളറൈസേഷൻ പവർ Na+നേക്കാളും കൂടുതൽ, Na+ൻ്റെ പോളറൈസേഷൻ പവർ K+നേക്കാളും കൂടുതലായിരിക്കും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ പോളറൈസേഷൻ പവർ വരുന്നത്. അപ്പോൾ സൈസ് കൂടുന്തോറും പോളറൈസേഷൻ പവർ കുറയും. സൈസ് ഓഫ് ദ കാറ്റിയോൺ എന്ന് പറയുന്നത് പോളറൈസേഷൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്തതും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ ചാർജിൻ്റെ കേസ്, ഇനി അടുത്തത് ചാർജാണ്. ചാർജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പോളറൈസേഷൻ പവറാണ്. ആദ്യം നമ്മൾ സൈസ് ഓഫ് ദ കാറ്റിയോണാണ് പറഞ്ഞത്, പിന്നെ ചാർജ് എന്ന് പറയുന്നത് പോളറൈസേഷൻ പവറിൻ്റെ നേരെ ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ നമ്മളൊരു Na+, Mg2+, Al3+ എടുത്തു വെച്ചാൽ ഇതെല്ലാം സെയിം പീരീഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വെച്ച് നമുക്ക് പോളറൈസേഷൻ പവർ പറയാൻ പറ്റില്ല. അപ്പോൾ സൈസ് വെച്ച് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താണ്? ചാർജ് വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ചാർജ് Na-ക്ക് +ആണ്, ഇത് 2+ ആണ്, 3+ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ളത് ഇതിനാണ്? 3+ലാണ്. അപ്പോൾ ഇതിൻ്റെ പോളറൈസേഷൻ പവർ ഇതിനായിരിക്കും കൂടുതലുണ്ടാവുക? Alനാണ് പോളറൈസേഷൻ പവർ കൂടുതലുണ്ടാവുക. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരെണ്ണമാണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ആർക്കാണോ ഈ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത്, അപ്പോൾ അതിനായിരിക്കും കോവാലൻ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് ആയിട്ടുള്ളത്. ചാർജിൻ്റെ കാര്യം, സൈസിൻ്റെ കാര്യം ഒന്നും ഇവിടെ പറയുന്നില്ല, കാരണം ചാർജും സൈസ് എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു കാറ്റോണിന് എന്താണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ കോവാലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ഹൈയസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്താണ്? NS2 NP6 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. NS2 N എന്ന് പറയുമ്പോൾ നമുക്ക് 1s2 ഇതൊക്കെ ആക്കാം. അപ്പോൾ ഇതൊരു ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്. നോബിൾ ഗ്യാസിൻ്റെ കാര്യത്തിൽ NS2 NP6 ആയിരിക്കും. പക്ഷേ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ NS2 NP6 ND10 ആയിരിക്കും. എന്ത്? സ്യൂഡോ നോബിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്, ഇത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്, സ്യൂഡോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് എക്സാമ്പിൾ ചെയ്യുമ്പോൾ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ പവർ അല്ലെങ്കിൽ കോവാലൻ ക്യാരക്ടർ കൂടുതലായിരിക്കും എന്ന് പറയും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. കോപ്പറിൻ്റെ കേസ് എടുക്കാം കേട്ടോ. നമുക്ക് കോപ്പർ, അപ്പോൾ എന്താണ് കോപ്പർ എന്ന് പറയുമ്പോൾ 29 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6. ഇത് ചെയ്യാൻ അറിയാത്തവർ ഇതൊന്ന് പഠിച്ചിട്ട് വേണം അത് കാണാൻ കേട്ടോ. 1s2 2s2 2p6 3s2 3ps 4s1 3d10 ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് കോപ്പറിൻ്റെ. ഇനി നമ്മൾ ഈ കോപ്പറിനൊരു 3Cu+ എന്ന് കൊടുത്തു എന്നിരിക്കും. Cu+29 കേട്ടോ. അപ്പോൾ Cu+ കൊടുക്കുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എവിടെ നിന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നഷ്ടപ്പെടുമ്പോൾ എവിടെ നിന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക?
അപ്പോൾ എന്താണ് 4s1 എന്നാണ് നഷ്ടപ്പെടുക അല്ലേ. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്തായി മാറും? 1s2 2s2 2p6 3s2 3p6 6 ആണത് 3d10 എന്നായി. അപ്പോൾ ഇതെന്തായി മാറി നോക്കിയാൽ നമ്മൾ സൂഡോനോബിൾ കോൺഫിഗറേഷൻ ആയില്ലേ. ns2 np6 nd10 എന്തായി മാറിയപ്പോൾ സൂഡോനോബിൾ കോൺഫിഗറേഷനായിട്ട് മാറി. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? സൂഡോ നോബിൾ കോൺഫിഗറേഷനുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്നും നമുക്ക് ചെക്ക് ചെയ്യണ്ട. സൈസ് ഓഫ് ദ കാറ്റയോണോ ചാർജ് ഓഫ് ദ കാറ്റയോണോ ഒന്നും നോക്കണ്ട. Cu+ എന്ന് കണ്ടോ? Cu+ കാറ്റയോൺ ആണെങ്കിൽ അത് സൂഡോ നോബിൾ കോൺഫിഗറേഷനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പോളറൈസിങ് പവർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതേ സൂഡോ നോബിൾ കോൺഫിഗറേഷനുള്ള വേറൊരാളാണ് ആരാണ്? Ag+. Cu+ൻ്റെ തൊട്ട് താഴെയുള്ള ആൾ. അപ്പോൾ എന്താണ് അതിനും എങ്ങനെ കിട്ടുക? 4s2 ഇതെന്താണ്? 3s2 3p6 3d10 അല്ലേ നമ്മുടെ കോപ്പർ. അതുപോലെ തന്നെ ഇതിൻ്റെ 4s2 4p6 4d10 ആണ്. അപ്പോൾ ഇതിനെന്താണ് കിട്ടുക? Ag+ ആയതുകൊണ്ട് ഇതും ഒരു സൂഡോ നോബിൾ കോൺഫിഗറേഷനാണ്. അതുപോലെ തന്നെ എന്താണ്? Au+. ഇതിന് തൊട്ട് താഴെയുള്ള ആരാണ്? 5s2 അതുപോലെ 5p6 5d10 ഇതുമാരാണ്? സൂഡോ നോബിൾ കോൺഫിഗറേഷനുള്ള ആളാണ്. അതുപോലെ തന്നെ ഇനിയുണ്ടല്ലോ Zn2+. Zn എന്ന് പറഞ്ഞാൽ 13 അല്ലേ, കോപ്പറിന് തൊട്ട് അടുത്തുള്ള ആൾ. Zn 13. അപ്പോൾ 2+ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി? 2+ കൊടുക്കുമ്പോൾ 3s2 3p6 4s2 എന്ന് പറയുന്നത് പോയി. 4s2 പോയി കഴിഞ്ഞാൽ 3d10. അപ്പോൾ എന്തായി മാറി? ഇതും സൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനായി മാറി കണ്ടോ. അതുപോലെ തന്നെ Cd2+, അതുപോലെ Hd2+. ഇതിന് തൊട്ട് താഴെയുള്ള ആൾക്കാരെല്ലാം എന്താണ്? സൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള ആളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണം തന്നിട്ടുണ്ട്. ഇതെല്ലാം സൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവരെ തന്നു കഴിഞ്ഞാൽ കാറ്റോൺ വെച്ചിട്ടുള്ള കോവാലൻ ക്യാരക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവരെ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ കോവാലൻ ക്യാരക്ടർ ഹൈയസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ Cu Ag+, Au+, Zn+, Cd2+, Hd2+ ആണ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആളാരാന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണോ എന്താണ് ഹൈയസ്റ്റ് കോവാലൻ ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിതിൽ എന്താ പഠിച്ചത്? കാറ്റോണിൻ്റെ പോളറൈസേഷൻ പവർ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് 3 കാര്യങ്ങൾ പഠിച്ചു. ചാർജ്, സൈസ്, അതുപോലെ സൂഡോ നോബിൾ ഗ്യാസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഏത് കാര്യം കൂടി പഠിക്കണം? ആനോണിൻ്റെ കേസും കൂടി പഠിക്കണം. അപ്പോൾ നമുക്ക് ആനോണിൻ്റെ പോളറൈസബിലിറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി നോക്കണം. ഇതെല്ലാം ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം ജസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ഇതൊക്കെ ഓർമ്മ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ആനോണിൻ്റെ പോളറൈസബിലിറ്റി കൂടി നോക്കാം.